ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇതാണ് ഓർഡിനേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർഡിനേഷൻ എന്ന് പറയുന്നത് മലയാളി ക്രിസ്ത്യൻ ചർച്ച് ഒരു വ്യക്തിയെ പാസ്റ്ററായിട്ട് വിളിച്ച് ഒരു സഭയിലാക്കുന്ന ശുശ്രൂഷയല്ല. ശ്രദ്ധിച്ചോടെ, തെറ്റുപറ്റല്ലേ. ഒരു സഭയും മലയാള ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ ആരെയും പാസ്റ്ററായിട്ടോ സുവിശേഷകന്മാരായിട്ടോ വിളിച്ചു വേർതിരിച്ചിട്ടില്ല. മറിച്ച് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ദൈവത്തിന്റെ ആത്മാവ് അവരെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആ വിളിയെ അഭിഷക്തന്മാരാൽ അതേസമയം ദൈവസഭയ്ക്ക് ബോധ്യപ്പെടുവാൻ ഇടയായതിന്റെ അടിസ്ഥാനത്തിൽ ഉപസ്ഥിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവാത്മാവിനാൽ വ്യക്തമായ ബോധ്യവും ദൈവത്തിന്റെ അടയാളങ്ങളും പറഞ്ഞ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേദനിപ്പാനായി നിയോഗിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ ദൈവസഭ ഇന്ന് വരെ ചെയ്തു വരുന്നത്. സ്തോത്രം. ആ ശുശ്രൂഷയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. അവിടെ പ്രവാചകന്മാരുണ്ട്, അവിടെ ഉപദേഷ്ടന്മാരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം പ്രവചനാത്മാവിനെ വിളിച്ചു പറഞ്ഞു. കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പൗലോസിനെ ശൗലിനെയും ബർന്നബാസിനെയും പ്രാർത്ഥിച്ചു വേർതിരിപ്പാനായി പറഞ്ഞു. ഈ പകലിൽ ഇവിടെ നടക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സഭയും ഇവാഞ്ചലിസ്റ്റ് ഈശോയെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. പിന്നെ കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ ദീർഘനാളുകളായി അധ്വാനിച്ച് ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടെ നിൽക്കുന്ന ആ ദൈവദാസനെ കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൊതുസഭയുടെ മധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അതേ സ്തോത്രം വേദനിക്കുന്ന ശുശ്രൂഷയാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. അതേ സ്തോത്രം വളരെ സന്തോഷമുണ്ട്, വളരെ അനുഗ്രഹമുണ്ട്, അഭിമാനമുണ്ട്. കാരണം മലയാള ക്രിസ്ത്യൻ ചർച്ചിന്റെ ഭാഗമായി ഈ കാഴ്ചപ്പാടുള്ള അഭിഷക്തന്മാർ മാറുവാൻ ദൈവം ഇടയായി തീർന്നല്ലോ. അത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഐക്യതയിലും ദൈവകൃപയിലും കാഴ്ചപ്പാടിലും നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഒന്നിച്ചിരിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ആ കെട്ടുവഴിക്ക് വേണ്ടി അഭിഷിക്തന്മാരെ കർത്താവ് ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മെ പഠിപ്പിക്കുന്ന ധാരാളം ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്താണ് അവർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർ ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് അവർ കുടുംബം നയിക്കേണ്ടത്, അവരെങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരെങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങള് വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ വ്യവസ്ഥയോടും അടുക്കും ചിട്ടയോടും കൂടെ ദൈവവചനത്തിനകത്തൂടെ നിർദ്ദേശം നൽകുന്നുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേർതിരിക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷകരമായ ഒരു അനുഭവമല്ല. ഞാൻ ദൈവദാസിനെ കുറിച്ചുള്ള വിളി വളരെ നാളുകളായി ബോധ്യപ്പെട്ടു. അതേ കഴിഞ്ഞ കോൺഫറൻസ് സമയത്ത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവദാസിനെ കർത്താവ് വിളിക്കുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് അത് വിളിച്ചിരിക്കുന്ന വിളിയെ കുറിച്ച് ബോധ്യമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തു പറയുന്നു പാസ്റ്ററെ, എനിക്ക് കുറച്ചും കൂടെ ഒരുങ്ങുവാനുണ്ട്, എനിക്ക് കുറച്ചും കൂടെ ദൈവസന്നിധിയിൽ ഒരുങ്ങുവാനുണ്ട്, പ്രാർത്ഥിപ്പാനുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഈ പ്രാവശ്യം പാസ്റ്റർ അതിനു വേണ്ടി ഹല്ലേലൂയ എന്നെ ഒരുക്കരുത്, അതിനുവേണ്ടി തയ്യാറാക്കരുതെന്നോട് ഓർപ്പിപ്പാനിടയായി. കാരണം ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിനകത്ത്. അതേ സ്തോത്രം, ദൈവസഭയ്ക്ക് 5 വിധ ശുശ്രൂഷകന്മാരെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുന്നതായി എഫെസ്യ ലേഖനത്തിലൂടെ നമുക്ക് പഠിപ്പാനായി കഴിയുന്നുണ്ട്. അവൻ ചിലരെ സ്തോത്രം ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം പോകാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവൻ തന്നെ
ഒരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും എഫേസ്യ ലേഖനം 4-ാം അധ്യായം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11, 12, 13 അപ്പോസ്തല പ്രവൃത്തിയാണ് ഇപ്പോൾ വായിച്ചത്. എന്നാൽ എഫേസ്യ ലേഖനത്തിലേക്ക് വന്നാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്തോത്രം. ഹല്ലേലൂയ. നിയമിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് നിയമനമുണ്ടായത്? സ്വർഗത്തിൽ നിന്ന്. അതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. ഒരു വ്യക്തിയെയും ഒരു സഭയും ഒരു ശുശ്രൂഷകനും ഒരു ഓർഗനൈസേഷനും നിയമിച്ചിട്ടില്ല. മറിച്ച് ഉയരത്തിൽ നിന്നുള്ള നിഗമനം ബോധ്യപ്പെടുമ്പോൾ അതിനുവേണ്ടിയുള്ള അവസരം ദൈവസഭ ഒരുക്കി കൊടുക്കുന്നു. അത് മാത്രമാണ് ചെയ്തു വരുന്നത്. 5 വിധ ശുശ്രൂഷകന്മാരെ കുറിച്ച് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അതേ ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പദം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് പുതിയ നിയമസഭയ്ക്ക് ഈ ശുശ്രൂഷാബിന്ദത്തെ ദൈവം നൽകിയത്. താഴോട്ട് എല്ലാ വാക്കും വായിപ്പാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുക. ദൈവസഭയ്ക്കകത്തേക്ക് കർത്താവ് രക്തത്താൽ വിലക്ക് വാങ്ങി അവരുടെ പാപത്തെ കഴുകി വിശുദ്ധന്മാരായി വേർതിരിച്ചു ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന ഈ വിശുദ്ധന്മാർ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ഏതു സമയത്തും പിശാച് വിഴുങ്ങുവാൻ വേണ്ടി ഊടാടി സഞ്ചരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് സ്ഥാനം തെറ്റിയെന്ന് വരാം. സ്ഥാനം തെറ്റിയിരുന്നാൽ ഞാൻ പണ്ട് ഓർപ്പിക്കാറുണ്ട്. അതെ, ഓക്സ്ഫോർഡ് ലൈബ്രറിക്ക് ഒരു തത്വമുണ്ട്. അവര് പറയുന്നത് സ്ഥാനം തെറ്റിയിരിക്കുന്നത് നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. സ്തോത്രം. അതെ, 14-16 മൈലുകളോളം വിസ്താരത്തിൽ വരുന്ന ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുക്കുന്ന വ്യക്തി ആ സ്ഥാനത്ത് തിരികെ കൊണ്ടുവച്ചില്ലെങ്കിൽ ലൈബ്രറി നോക്കുമ്പോൾ ആ പുസ്തകം അവിടെ ഇല്ലെങ്കിൽ എഴുതി വെക്കും, ഈ പുസ്തകം നഷ്ടപ്പെട്ടു പോയി. പുസ്തകം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ മൈലുകളോളമുള്ള ഈ പുസ്തകത്തിന് എവിടെങ്കിലും ഇടയ്ക്കുണ്ട്. പക്ഷേ ഈ ലൈബ്രറിയൻ ഒരു 4-5 വ്യക്തികളെ ഒരാഴ്ചത്തേക്കിട്ട് മൊത്തം തെരഞ്ഞു പിടിച്ചാലും പുസ്തകം കണ്ടെത്തണമെന്നില്ല. അതുകൊണ്ട് അത്രയും പണം ചെലവാക്കുന്നതിൽ നല്ലത് ഒരു പുതിയ പുസ്തകം വാങ്ങി ആ സ്ഥാനത്ത് വെച്ചിട്ട് അദ്ദേഹം പഴയ പുസ്തകത്തിന് റെക്കോർഡ് എഴുതും. സ്ഥാനം തെറ്റി, അത് നഷ്ടപ്പെട്ടു പോയി. ദൈവസഭയ്ക്കകത്ത് ഓരോ വ്യക്തികളെയും ദൈവം വെച്ചിട്ടുള്ള ഓരോ നിരകളുണ്ട്. അതാണ് വചനം വായിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ നിരയിലത്രേ. പരിശുദ്ധന്മാവ് ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ച നിരകളുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം കേട്ടു, ചിലത് പ്രാർത്ഥിപ്പാനുള്ള വരം, ചിലർക്ക് സഹായം ചെയ്യുവാനുള്ള വരം, ചിലർക്ക് പ്രവചന വരം, ചിലർക്ക് അല്ലെങ്കിൽ ദാനം ചെയ്യാനുള്ള വരം. വരങ്ങൾ തന്നെ വിഭാഗിച്ചു കൊടുത്ത് ഓരോരുത്തരെ ഓരോ സ്ഥാനത്ത് ദൈവം വെച്ചു. ആ സ്ഥാനത്ത് നിന്ന് മാറി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആ വ്യക്തി വന്നാൽ ആ വ്യക്തി സ്ഥാനം തെറ്റിപ്പോയി. ഇങ്ങനെ സ്ഥാനം തെറ്റിപ്പോകുന്ന വ്യക്തികളെ പോലും യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ വരവിങ്കൽ തള്ളപ്പെടാതിരിക്കേണ്ടതിന് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചും പ്രാർത്ഥിച്ചും അവരെ ദൈവത്തിന് വചനത്തിന് കൃപയിലും നിർത്തി വിശുദ്ധിക്കകത്തവരെ നിർത്തി നിത്യതയോളം അവരെ ഒരുക്കിയെടുക്കേണ്ടുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷാവൃന്ദത്തെ പുതിയ നിയമസഭയ്ക്കകത്താക്കിയിരിക്കുന്നതെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. താഴോട്ട് പിന്നെ വായിക്കുമ്പോൾ അവർ പരിജ്ഞാനത്തിൽ വളരുക, അവർ വിശ്വാസത്തിൽ വളരുക. ആര്? ദൈവജനം. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവസഭയ്ക്കകത്ത് വരാത്ത ഒരു വ്യക്തിക്കും വളരാൻ കഴിയത്തില്ല. അയ്യോ, തന്നെ നിന്ന് വളരാമെന്ന് ചിന്തിക്കല്ലേ, അത് മണ്ടത്തരമാ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി എങ്ങനെങ്കിലും പോയാൽ മതി, ഞങ്ങളും പാസ്റ്ററല്ലേ, ഞങ്ങളും ഉപദേശകരല്ലേ എന്ന് ചിന്തിച്ചാൽ അയ്യോ മടയത്തരമാ. ഇന്ന് പകൽക്കാലം അതിനെ വിളിച്ചു പറയുന്നു, ഒരുവൻ ആത്മീയ ജീവിതത്തിൽ വളരുവാനായി കഴിയുന്നത് ദൈവസഭയ്ക്കകത്ത് വന്നെങ്കിലേ വളർച്ചയുള്ളൂ. അഭിഷിക്തന്മാരെ അതിനുവേണ്ടി ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നു. അവന് വിദ്യാഭ്യാസം ഉള്ളവരാകാം, അവന് വിദ്യാഭ്യാസം ഇല്ലാത്തവരാകാം, അവന് കഴിവുള്ളവരാകാം, അവന് കഴിവില്ലാത്തവരാകാം, അവരെക്കാൾ നന്നവണ്ണം പ്രസംഗിക്കുന്ന വിശ്വാസിയാ ചർച്ചയിനകത്ത് കാണാം. പക്ഷെ ഇതൊന്നും ദൈവത്തിന് മുൻപാകെ
വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വന്ന് കൃപാവനം ജ്വലിപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഒരഭിഷേകത്തിന്റെ കീഴിൽ ദൈവമാക്കിയിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും ഉത്തരവാദിത്വം ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ആ സഭയിലെ ശുശ്രൂഷകനെയാണ്. അത് വചനം പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ, കൃപ കണ്ടും പ്രാർത്ഥന കണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങളുടെ വാസകൃപ പോരാ, ഞങ്ങളുടെ വാസകൃപ വചനം പോരാ എന്നൊക്കെ പറഞ്ഞ് ഉടാടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു അധികാരത്തിന്റെ കീഴിലാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ അധികാരമാണ് വലുത്. ആ വ്യക്തിയുടെ വിദ്യാഭ്യാസമല്ല വലുത്, വാക്ചാതുര്യമല്ല വലുത്, ആ വ്യക്തിയുടെ ഉണർവ് പ്രസംഗമല്ല വലുത്. ദൈവം ഒരു ശുശ്രൂഷകനെ നിയമിക്കുമ്പോൾ ഒരു അധികാരം ദൈവം വെച്ചിരിക്കുന്നു. ഇതിനകത്തുകൂടെയാണ് വിശ്വാസികൾ ദൈവകൃപയ്ക്കകത്ത് വളരുന്നത്. സ്തോത്രം. അവരുടെ വിശ്വാസത്തിൽ വളരുക, അവരുടെ പരിജ്ഞാനത്തിൽ വളരുക, അവർ യഥാസ്ഥാനപ്പെടുക, അവർ ഐക്യതയിൽ നിൽക്കുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ശുശ്രൂഷ ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയിലൂടെയാണ്. ഇതിനു വേണ്ടിയാണ് ദൈവസഭയ്ക്കകത്ത് പാസ്റ്റേഴ്സിനെ കർത്താവ് നിയമിച്ചിരിക്കുന്നത്. ധാരാളമുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഭാഗം വായിച്ച് നമുക്കങ്ങനെ പറവാനായിട്ട് കഴിയുകയില്ല. അവര് എബ്രായത്തിൽ വായിക്കുന്നു, അവർ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അവർ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ചെറിയ കാര്യമല്ലിത്. സ്തോത്രം. ആത്മാവേ, കുടുംബങ്ങൾ 5 ആകട്ടെ, കുടുംബങ്ങൾ 50 ആകട്ടെ, ഹല്ലേലൂയ, ഉത്തരവാദിത്വം വലുതാണ്. അവർക്ക് വേണ്ടി രാവും പകലും ജാഗരിച്ച് അവരെ ദൈവകൃപയിലേക്ക് നയിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ദൈവരാജ്യത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ വലിയ ഉത്തരവാദിത്വമാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭ തിരിച്ചറിഞ്ഞ് അതിനെ പരിശുദ്ധമായി പ്രാർത്ഥിച്ച് നിയോഗിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ വിശ്വാസികളോട് സഭയോട് ദൈവം പറയുന്ന ധാരാളം ഉപദേശങ്ങൾ വേറെയുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുവാനായി സമയത്ത് എടുക്കുന്നില്ല. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ സ്നേഹിക്കണമെന്ന് പറയുന്നു. അവരെ സ്തോത്രം നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറയുന്നു. അവർക്ക് അർഹിക്കപ്പെട്ടത് അത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് പറഞ്ഞിട്ട് ശുശ്രൂഷകന്മാരെ മാനിക്കണമെന്ന് പറയുന്നു. അവരെ സഹായിച്ച് കർത്താവിന്റെ മേൽ ഒന്നിച്ചു നിന്ന് ദൈവം നൽകുന്ന ഭൗതിക നന്മയുടെ കൂട്ടായ്മ കാണിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് അഭിഷിക്തന്മാരോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ മേലിൽ മുമ്പോട്ട് പോകുന്ന വിശ്വാസി, നീ അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. നിന്റെ തലമുറയും അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. ആ സഭയാണ് വളരുന്ന സഭ എന്ന് ദൈവത്തിലൂടെ കാണുവാനായി കഴിയുന്നു. ഈ സത്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവകൃപയിലും വചനത്തിലും ഉത്തിരുന്ന് കൃപയിൽ മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു, ഇങ്ങനെ ഒരു കമ്പൻഷിപ്പിലായതുകൊണ്ട് വിശ്വാസിയുടെ ഉത്തരവാദിത്വവും ദൈവദാസന്റെ ഉത്തരവാദിത്വവും ഒക്കെ നമുക്ക് സവിസ്തരം പറഞ്ഞ് മനസ്സിലാക്കി ആ ശുശ്രൂഷയിലേക്ക് നയിപ്പാനായി നമുക്ക് കഴിയുന്നില്ല. ഇനി ഒരു അവസരം കർത്താവ് മറ്റൊരു ഓർഡിനേഷൻ വന്നാൽ നമ്മൾ ഒരു ഓർഡിനേഷൻ സർവീസായിട്ട് തന്നെ വെച്ച് ആ വചന ശുശ്രൂഷയും അതിന്റെ ആധികാരികതയും പറഞ്ഞ് മനസ്സിലാക്കി അത് വ്യവസ്ഥപ്രകാരം വീണ്ടും ആ നിലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം അവസരത്തെ ഒരുക്കട്ടെ. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ അതേ സ്വന്തം നിക്ഷിപ്തമായിരിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവാണ് വിളിച്ചത്, കർത്താവാണ് ആക്കുന്നത്. എന്നാൽ ആ ശുശ്രൂഷയിൽ വ്യാവൃതനായി ദൈവത്തിൽ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവദാസൻ വൈദ്യനോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്ന വിധം ഇന്നും ലോകം കണ്ടിട്ടില്ല. അതൊരു വലിയ ഗ്രഹമല്ല, അത് ഹല്ലേലൂയ, അത് മറ്റൊരു ലോകം അറിയുന്ന വ്യക്തിയല്ല, അതൊരു റെയ്നാഡ് ബോംഗയല്ല. ഇന്നും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നുള്ളത് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ആശംസയായി ഒരു ഉപദേശമായി ഓർപ്പിക്കുന്നു, ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുക. 2, ഉത്സാഹിയായിരിക്കുക കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ. 3, ദ വിഷൻ ആൻഡ് പെർസ്പെക്റ്റീവ്. ദൈവത്തിൽ നിന്നുള്ള ദർശനവും ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒരിക്കലും വിട്ടുകളയാതിരിക്കുക.
ഇതൊക്കെ കർത്താവിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട്. വചനം വായിക്കുന്നു, എവിടേക്കാണ് ഒരു ശുശ്രൂഷകനെ പറഞ്ഞ് അയക്കുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചെന്നായിക്കൂടെ ഇടയിലേക്ക് ഹല്ലേലൂയ പ്രശ്നങ്ങളിനകത്തുണ്ട്, വേദനകളിനകത്തുണ്ട്, തകർന്ന് കരയേണ്ട അനുഭവങ്ങളിനകത്തുണ്ട്. എന്നാൽ നിന്നയും മാനവും അപമാനവും സുഖവും സന്തോഷവും ഇതെല്ലാം ഇതിനകത്തൂടെ ദൈവം നൽകി. വിളിച്ച ദൈവം ഒരു നാട് കൈവിടുന്നവനല്ല. അപ്പന്റെ മുഖത്തേക്ക് മാത്രം നോക്കി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അന്ത്യത്തോളം തികച്ചെടുക്കുവാൻ ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ല പോർ പൊരുതി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ സൂക്ഷിച്ചു. നീതിയുടെ കിരീടം എനിക്കായി ദൈവം വച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യം പറയുന്ന മണ്ഡലങ്ങളിൽ അവസാനത്തോളം ഉറച്ചു നിന്ന് കർത്താവിന്റെ പേരിൽ മുന്നേറുവാൻ സർവശക്തനായ കർത്താവ് എല്ലാവിധ ആശീർവാദങ്ങളും കർത്താവ് ചൊരിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇവാഞ്ചലിസ്റ്റ് ബൈജു ഈശോ അവர்கள் കേരളത്തിൽ മല്ലപ്പള്ളി വെസ്റ്റിൽ ഹല്ലേലൂയ സ്തോത്രം തെക്കേ മുറിയിൽ ഹൗസിൽ എം.ഇ. ഈശോയുടെയും ഏലിയാമ ഈശോയുടെയും മകനായി ജനിച്ച് ദൈവവചനത്തിലും പത്യോപദേശത്തിലും വളർത്തി 18-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് 1997 ഏപ്രിലിൽ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അതേ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി കർത്താവിന്റെ വേലയ്ക്കായി ഒന്നിച്ചിരിക്കുന്നുവെന്ന ബോധ്യം പ്രിയപ്പെട്ടവനും ദൈവസഭയ്ക്കും ബോധ്യപ്പെട്ടപ്പോൾ 2007 മലയാള ക്രിസ്ത്യൻ ചർച്ചിന്റെ 21 ഡേയ്സിൽ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് സുവിശേഷകനായി പ്രാർത്ഥിച്ച് വേർതിരിക്കുകയും 2008 മെഡിസ്പോയിൽ ആരംഭിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അതേ സ്തോത്രം അന്ന് മുതൽ മാതൃകയിലും അതേ വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും ദൈവകൃപയോടും കൂടി കർത്താവിനെ കർത്താവ് കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച് അതേ ശുശ്രൂഷിപ്പാനും വിശ്വസ്ത പുലർത്തുവാനും ഇടയായി. തന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ അതേ ശുശ്രൂഷകന്മാർ സംതൃപ്തരാണ്. വളരെ ഉത്സാഹം കഴിഞ്ഞ നാളുകളിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ ദാസനെ അതേ സ്തോത്രം ഈ പകലിൽ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ച് വേർതിരിച്ച് ഓർഡിനേഷൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിലേക്ക് കടന്നു വന്നിരുന്നാലും ഈ തരണത്തിൽ ഹല്ലേലൂയ തന്റെ ജീവിത പങ്കാളിയായി കർത്താവിന്റെ ദാസനോട് ചേർന്ന് ആ ദർശനത്തിൽ ഒന്നിച്ചു നിന്ന് കർത്താവിന്റെ വേളയിൽ ഒന്നിച്ച് അധ്വാനിക്കുന്ന കർത്താവിന്റെ ദാസി ദയവായി ഈ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന് ദൈവദാസന്റെ ചുമലിൽ ചേർന്ന് നിന്ന് കർത്താവിന്റെ വേളയിൽ പ്രയോജനപ്പെടേണ്ടതിന് ഒന്നിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുവാനായി ഞാൻ ഈ തരണത്തിൽ നിർദ്ദേശിക്കുകയാകുന്നു. സ്തോത്രം ചെയ്യുന്നു. When he calls me, I will answer. When he calls me, I will answer. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടതിന് അഭിഷേകന്മാർ മുമ്പോട്ട് കടന്നു അതേ സ്തോത്രം തന്റെ സൈനികനായി ബാക്കിലായി നിന്നാട്ടെ ഒന്നിച്ച ദൈവിക ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സന്ദർഭമാണല്ലോ. പ്രൈസ് ഗോഡ്. ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനായി നാം ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ തരത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ മുമ്പാകെ സമർപ്പണത്തോടെ കടന്നു വന്നിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ബൈജു ഈശോയോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബൈജുവിനോട് ചോദിക്കുന്നു. സ്തോത്രം. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം വിശേഷാൽ പുതിയ നിയമം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനവും ക്രിസ്തീയ ശുശ്രൂഷയുടെ അടിസ്ഥാനവുമാകുന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? സ്തോത്രം. ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഉപദേശ അതേ സ്തോത്രം അത് അനുസരിച്ച് ക്രിസ്തീയ ശുശ്രൂഷയിലും ജീവിതത്തിലും മരണപര്യന്തം വിശ്വസ്തത പുലർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നുവോ? പ്രൈസ് ഗോഡ്. ദൈവവചനമാകുന്ന പച്ചപ്പുൽമേടുകളിൽ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തെ
മേയിക്കുന്നവരാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ. തൃക്കാലത്തിൽ ദൈവത്തിന്റെ പാദമെടുത്തിരുന്ന് തിരുവചനങ്ങൾ പ്രാപിച്ച് അതേ സ്വന്തം ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ? പ്രൈസ് ഗോഡ്. സഭാജനങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കേണ്ടവരാണ് സഭയുടെ അധ്യക്ഷന്മാർ. പരിവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാകയാൽ അതേസമയം അവർക്കായി രാവും പകലും ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. വിരോധി പോലും ഒരു തിന്മയും അതേ കളവായി പറവാൻ പോലും വഹിയില്ലാതെ ലക്ഷിക്കേണ്ടതിന് സകലത്തിലും തന്നെ തന്നെ മാതൃകയാക്കി സൽപ്രവൃത്തികൾക്ക് വേണ്ടി ദൈവങ്ങൾ മാതൃകയാക്കി ഒരു ജീവിതം നയിക്കുമെന്ന് തീരുമാനിക്കുന്നുവോ? പ്രൈസ് ഗോഡ്. സ്വർഗസ്ഥനായ ദൈവത്തോടും ഹല്ലേലൂയ ബൈബിളിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തോടും വിശ്വസ്തത പുലർത്തുമെന്നും അതേ സ്വന്തം അതേ പ്രിയപ്പെട്ടവന് മുമ്പേ കർത്താവിന്റെ ശുശ്രൂഷയിലായിട്ടുള്ള സീനിയർ ശുശ്രൂഷന്മാരെയും ഭരണാധികാരികളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ? പ്രൈസ് ഗോഡ്. നിത്യദൈവത്തിന്റെ രക്തത്താൽ ആരോട് വരികയായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ രംഗത്ത് സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വന്നാൽ അതിന് അതേ പ്രിയ ബൈജു തയ്യാറാകുമോ? പ്രൈസ് ഗോഡ്. ഈ തീരുമാനം അതേ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ഉണ്ടാകെ താനെ പരസ്യമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിപ്പാനായി സമയത്ത് എടുക്കുന്നു. ഇന്ദ്രമഹത്വമുള്ള സകലത്തിനെല്ലാവർക്കും സകലത്തിനും കാരണഭൂതകമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങളെ കണ്ടു. നിയമിക്കേണ്ട ശുശ്രൂഷകൾക്കായി അങ്ങ് ഞങ്ങളെ നിയമിച്ചു. പുറത്തു കൊണ്ടുവരേണ്ട സമയത്ത് പുറത്തു കൊണ്ടുവന്നു. ഈ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വത്തെ തിരികെ കൊണ്ടുവരുവാൻ ഒരു ദാവീദിനെ ഉപയോഗിച്ചതുപോലെ കർത്താവിന്റെ രാജ്യത്തിന്റെ അതേ സ്വന്തം മുന്നേറ്റത്തിനായി അങ്ങനെ ദാസനെ കണ്ടു, വിളിച്ചു, വാദിച്ച് അങ്ങ് ശുശ്രൂഷ പരമേൽപ്പിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവ് വിളിച്ചിരിക്കുന്ന വേളയ്ക്കായി വേദനിപ്പാൻ അങ്ങ് ആലോചന നൽകിയതനുസരിച്ച് അങ്ങനെ ദാസനെ അങ്ങനെ ദാസന്മാരെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഹല്ലേലൂയ വേലയിൽ പ്രയോജനപ്പെട്ട് ഒരു പാസ്റ്ററായി ഒരു ഇടയനായി എല്ലാവരുടെ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് ഏൽപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകള് കൃത്യനിഷ്ഠതയോട് ദൈവകൃപയോട് ആത്മീയ അധികാരത്തോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് നിർവഹിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കരം ദാസനുമേൽ തൊടുമ്പോൾ അങ്ങയുടെ കരം തൊട്ട് കൈകൊണ്ട് ഉയരത്തിന് ശക്തി കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ. അങ്ങനെ ഒരുവൻ ഒഴിക്കപ്പെട്ട അഭിഷേകതയില് അതവരുടെ താടിയിലൂടെ വസ്ത്രത്തിന്റെ അഗ്രത്തിലേക്ക് ഇറങ്ങിയതുപോലെ ഈ ശരീരകാലമാനം ശുശ്രൂഷക്കാരുടെ അഭിഷേകത്തിന് ഒഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ, ശുശ്രൂഷ മണ്ഡലങ്ങൾ ദൈവത്താൽ വിടുതൽ പ്രാപിപ്പാൻ, ഒരു ദേശത്തെ അവകാശമാക്കുവാൻ, ഒരു രാജ്യത്തെ അവകാശമാക്കുവാൻ, ഒരു ഭൂഖണ്ഡത്തെ അവകാശമാക്കുവാൻ
അതിനത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ അഭിഷേകം ചെയ്ത് അങ്ങ് അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. അതിനായി ഞങ്ങൾ വേദനിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഇടയനായി ദൈവിക കാഴ്ചപ്പാടോട് ദൈവിക അധികാരത്തോട് പ്രയോജനപ്പെടുവാൻ എല്ലാ നന്മകളാലും അത് നടക്കണമേ. അധികാരത്തിന് ശുശ്രൂഷ ദൈവരാജ്യത്തിന് വേണ്ടി ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ, പതിനായിരങ്ങളെ നേടുവാൻ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച് പുറത്തു കൊണ്ടുവന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ വേർതിരിക്കുന്നു. നിത്യദൈവ രക്തത്താൽ ആരുടെ വലിയ ഇടയനായി കടന്നു വന്ന കർത്താവ് സമ്പാദിച്ച സഭയുടെ ശുശ്രൂഷകനായി അധികാരത്തോട് കൃപയോട് മുന്നേറുവക്ഷരായിരിക്കണം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. There shall be showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops from us of glory, and for the showers we need. Showers of blessing, showers of blessing we need. Mercy drops from us of glory, and for the showers we need. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒത്തൊരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ദൈവം നിന്റെ മക്കളുടെ മേൽ സാക്ഷി നിന്ന് ഇവരുടെ തീരുമാനങ്ങളെ കർത്താവ് കൈക്കൊള്ളുകയും അവരെ വിളിച്ചിരിക്കുന്ന വേർതിരിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അംഗീകരിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രിയ ദൈവദാസന്റെ പേരും ദൈവദാസന്റെ പേരും ഒരു പുത്തൻ അഭിഷേകത്തിന്റെ ശക്തി പകർന്ന് ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവരായി, ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടുപണി ചെയ്യുന്നവരായി, ജീവൻ പോലെ വിളിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി അവരെ തീർക്കണമേ. തക്ക തുണയായി പ്രിയപ്പെട്ടവരോട് ചേർന്ന് അതേ ദർശനത്തോടെ അതേ കാഴ്ചപ്പാടോടെ അധ്വാനിപ്പാൻ നിന്റെ മക്കൾക്ക് ദൈവകൃപ കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. അവർ ഞങ്ങളുടെ സഭകൾക്ക്, ദൈവരാജ്യത്തിന്, ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളെ വേർതിരിച്ചതുപോലെ കർത്താവ് അവരുടെ അംഗീകാരവും ഉറപ്പും ഒപ്പം വച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം നിന്റെ മക്കളെ ചൊരിയണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പാസ്റ്റർ ബൈജു ഈശോ അവരുടെ മിഡിസ്പ്രോ മലയാളം ക്രിസ്ത്യൻ ചർച്ചിന്റെ ശുശ്രൂഷകനായി നിയമിച്ചിരിക്കുന്ന കാര്യം ഔദ്യോഗികമായി ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പാസ്റ്റർ ബൈജു ഈശോ അവരുടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന്റെ വന്നാട്ടെ. ദൈവസഭയ്ക്ക് അദ്ദേഹത്തെ സ്തോത്രം വിശുദ്ധ ചുമനം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റു സഭയിൽ അങ്ങനെ മീറ്റിംഗിൽ ക്രമീകരിച്ചു അദ്ദേഹത്തെ നിങ്ങൾക്ക് ശുശ്രൂഷകനായി റിസീവ് ചെയ്യാവുന്നതാണ്. അധികം സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് നയിക്കുന്നില്ല. അവരുടെ ആയ ദൈവസന്നിധിയിൽ ഇരുന്നാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതേ സ്തോത്രം. അഭിഷേകത്തിന്റെ വലിയ നിറവ് ഈ പകലില് വീണ്ടും അനുഭവിക്കാൻ പ്രാർത്ഥനയോടെ നാം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നല്ലോ. സ്തോത്രം. വളരെ വേഗത്തിൽ മറ്റുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. പ്രാരംഭമായി കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അതേ സ്തോത്രം വ്യക്തികളുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില വ്യക്തികളെ വേർതിരിക്കുന്നു. നമുക്ക് ഒത്തിരി സമയങ്ങളിൽ എല്ലാ സഭകളിൽ നിന്നും വന്ന പ്രതിനിധികളെ അതിനുവേണ്ടി തരണത്തിൽ ക്ഷണിക്കുന്നില്ല.
എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് കർത്താവിന്റെ ഒരു വാക്കിൽ സാക്ഷീകരിക്കണം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു അവസരം ഉണ്ടാകും. അത് 1 മിനിറ്റിൽ കൂടുതൽ എടുക്കുവാനായിട്ട് അനുവാദമില്ല. സമയം നമുക്ക് വളരെ അധികമായി പോകുന്നല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ വിശേഷാലും ശ്രദ്ധിച്ചാലും. എന്നാൽ ഈ ചർച്ചയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവര് ആദ്യം ഈ കർത്താവിനെ ഒരു വാക്കിൽ സാക്ഷീകരിക്കണമെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട്. അത് സ്വതന്ത്രം ശുശ്രൂഷകന്മാരായിട്ടായിരിക്കുന്ന ദേവദാസന്മാർ പലരുണ്ടല്ലോ. സ്കോട്ട്ലൻഡിൽ ഇന്ന് നമ്മുടെ ഈ ആരാധനയില് നാട്ടിൽ നിന്ന് അതിഥികളായി ഇവിടെ വന്ന പേരൻസ് ആയിട്ടുള്ളവരോ, അത് സ്തോത്രം വിസിറ്റേഴ്സ് ആയിട്ട് ഇവിടെ വന്നവരോ, കർത്താവദാസൻ ഒഴികെ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ? ദയവായിട്ടൊന്ന് എഴുന്നേൽക്കാമോ? അങ്ങനെയുള്ളവര് ദയവായിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിനായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്തായിരിക്കുന്ന പേരൻസ് ആയിട്ടുള്ളവരോ മറ്റു പ്രിയപ്പെട്ടവരോ, പ്രൈസ് ഗോഡ്. ഒരു ആന്റിയാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ഷാമുൽ അവരുടെ സിസ്റ്ററാണ്. ഒരു വാക്കിൽ സാക്ഷീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. കൊള്ളസ് ഹാൻഡ് ചെയ്താട്ട് അതേ സ്വതന്ത്രം 2 വാചകത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് ശ്രമിച്ചെടുക്കും. സ്വയം സ്തുതിക്കുന്നു. അജൈതമായിട്ട് ഇവിടെ വന്ന് എന്റെ ദൈവത്തിന്റെ സാക്ഷിയായിരിക്കാൻ കഴിയുന്ന സ്വയം സ്തുതിക്കുന്നു. അടിയന്റെ മോളും മോനും ഇവിടെ റോയ് പാസ്റ്റർ സഭയിലെ അംഗങ്ങളാണ്. അവരുടെ മോള് ഡ്യൂട്ടി ആയിട്ട് വരാൻ പറ്റിയില്ല. ജനുവരി മാസത്തിലാണ് ഇവിടെ കടന്നു വന്നത്. ജൂൺ മാസം ലാസ്റ്റിലേക്കാണ് നാട്ടിൽ പോകുന്നത്. നാട്ടിലെ IPCയുടെ സഭയുടെ ഇടത്ര സഭയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ചെറുപ്പനെ പ്രസാദമായി ഒക്കെ കർത്താവിടെയാക്കി ദൈവത്തെ പ്രവർത്തന ഒരു ദിവസം തോറെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവങ്ങളെ കാണുവാനും വിശേഷ റോയൽ പാസ്റ്റർ കുടുംബം അവരുടെ സഹകരണങ്ങളൊക്കെ അതിന് വളരെ സന്തോഷമാണ്. അതിന്റെ ഉത്തരവാണ് ഇവിടെയും കാണുന്നുണ്ട്. ദൈവത്തെ സാക്ഷിയായി മേടിക്കാനായി സ്തുതിക്കുന്നു. പ്രിയ അവിടുന്ന് സാക്ഷി പറയും ഒക്കെ എല്ലാ നാമത്തിലുവാൻ തോന്നുന്നു. സഭയുടെ പ്രാർത്ഥന ദേശീയത്തോട് താങ്ക് യു. ഗോഡ് ബ്ലസ് യു. സഹോദരിമാരുടെ ഭാഗത്ത് ഈ സഭയെ പ്രതിനിധീകരിച്ചോ ഈ സഭയിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും 1-2 വാചകത്തിൽ സാക്ഷി പറവാനായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവരുണ്ടോ? ദയവായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് അതിനുവേണ്ടി വേർതിരിക്കും. ഈ സഭയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റ് ചർച്ചയിൽ നിന്ന് വന്നവർ ഒരു വാചകത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സ്തോത്രം. ആൻഡിക്കാം മൈക്ക് കൊടുത്താൽ കൊണ്ട് സ്തോത്രം. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മിഡിൽസ്ബ്രോയുടെ സഭയോട് വളരെ ബന്ധപ്പെട്ടു പോകുവാൻ കർത്താവ് കഴിഞ്ഞ 2-3 വർഷമായി കർത്താവ് കൃപ ചെയ്യുന്നു. ഞങ്ങളുടെ മകള് ബ്ലെസ്സി ഇവിടെ മിഡിൽസ്ബ്രോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ആ ബന്ധത്തിൽ ഈ പ്രിയപ്പെട്ട ഭവനങ്ങളോട് ചേർന്ന് പ്രിയ പാസ്റ്റർ ഈശോയോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ഈ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ഞങ്ങളുടെ കണ്ണുമുമ്പിൽ കാണുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തെ വളരെയധികം സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാൻ. കർത്താവ് ഭാരമേറിയ ഒരു ജോലി ഇന്ന് പ്രിയപ്പെട്ടവന്റെ തോളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് വിശ്വസൻ, വിളിച്ച ദൈവം വിശ്വസൻ, അവൻ സകലവും നിവർത്തിക്കും. അവസാനത്തോളം കൊണ്ടെത്തിക്കാമെന്നാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തത്. മരണപര്യന്തം വിശ്വസ്തരായി നിന്നുകൊണ്ട് നമ്മൾക്കും ആ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, വീണ്ടും കൈത്താങ്ങൽ നൽകി ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ വരട്ടെ. അനേകർക്കും കുടുംബമായി ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കുചേരുവാൻ കൃപ ചെയ്തു. ഞങ്ങളെ മാഞ്ചസ്റ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ സഭാംഗങ്ങളാണ്. ഈ വിലയേറിയ നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷം ദൈവങ്ങളുടെ പ്രാർത്ഥനയിൽ ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിന് സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് ആഗ്രഹമുള്ളവര് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ ഈ ചർച്ചിലുള്ളവരോ മറ്റേതെങ്കിലും ചർച്ചിൽ നിന്ന് ഈ മീറ്റിംഗിൽ അംഗമായി ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ചിട്ടുള്ള ആർക്കെങ്കിലും 1-2 വാചകത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കാനായിട്ട് സാക്ഷി